ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് JSK ചാണകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ കണ്ടു. ചാണകി വി എന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ CBFC അംഗങ്ങൾക്ക് വേദനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ചാണകി വി എന്ന് തന്നെ പറഞ്ഞത്. സിനിമയിലെ 3 ഇടങ്ങളിൽ ചാണകി എന്ന പേര് മ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ സ്ഥിതിഗതികൾ ഞാൻ വരുന്ന വഴിയെ പറയാം. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രവീൺ നാരായണൻ. പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ആക്ഷൻ ഹീറോ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി, ഒപ്പം അനുപമ പരമേശ്വരൻ, അസ്ഗർ അലി, യങ് ചാമിങ് സൂപ്പർ സ്റ്റാർ മാധവ് സുരേഷ്, പിന്നെ ശ്രുതി മേനോൻ, ബൈജു സന്തോഷ്, അതുപോലെ തന്നെ യദു കൃഷ്ണൻ, പിന്നെ അങ്ങനെ തുടങ്ങി അത്യാവശ്യം നല്ല താരനിരയുള്ളൊരു പടം. ഇതിൽ സിനിമയുടെ തുടക്കം തന്നെ നമ്മുടെ ക്യാരക്ടേഴ്സിനെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഒരു ഗംഭീര സംഭവമുണ്ട്. അരമനയിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിനെ നമ്മുടെ ഡേവിഡ് ആബേൽ ഠണവൻ എന്ന അഡ്വക്കേറ്റ് എതിരായിട്ട് നിൽക്കുന്നു. അപ്പോൾ സഭക്കാരും മറ്റ് പരിപാടിക്കാരും ഒക്കെ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നു. പക്ഷേ നമ്മൾ ഠണവൻ ഇതിനെതിരെ സഭയ്ക്കെതിരെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ. അതായത് സിനിമയിലെ തുടക്കം തന്നെ നമ്മുടെ ക്യാരക്ടറിൻ്റെ ഒരു ഐഡിയോളജി എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ടീസർ ട്രെയിലറിലൊക്കെ കണ്ടതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു പെൺകുട്ടി അബ്യൂസ് ചെയ്യപ്പെടുന്നു. പിന്നീട് അവളുടെ ഒരു നിയമത്തിനെതിരെയുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ ഫുൾ എൻറ്റയർ സിസ്റ്റത്തിനെതിരെ പ്രതികരിക്കുന്ന ആ പെൺകുട്ടിയുടെ ഒരു സംഭവത്തിനെയാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് കാണിക്കാനായിട്ട്. ഇങ്ങനെ ഒരു സാഹചര്യം നേരിടേണ്ടി വരുന്നൊരു പെൺകുട്ടി ഒരു എൻറ്റയർ സിസ്റ്റത്തിനെതിരെ സംസാരിക്കാൻ പോകുന്നു, നിയമത്തിൻ്റെ സാധ്യതകളോടുകൂടി. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ഠണവൻ നേരെ ആളൂരായി മാറുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ആളൂരിൻ്റെ വാദപ്രതിവാദ രംഗങ്ങൾ ഒരുപാട് തിയേറ്ററിൽ ഇങ്ങനെ കോരിത്തെരിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് സ്ക്രിപ്റ്റ് വൈസ് ജെനുവിൻലി പറയുകയാണെന്നുണ്ടെങ്കിൽ അട്ടർ ശോകം, വളരെ ശോകം. കാരണം ഒരു കോണ്ടൻറ്റ്, ഇവർക്ക് നല്ലൊരു കോണ്ടൻറ്റ് ഈ സാധനത്തിനകത്ത് ഉണ്ടായിരുന്നു. ആ ഒരു കോണ്ടൻറ്റിനെ എങ്ങനെ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് പ്ലേസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഇല്ലാത്ത പോലെ വളരെ ഫ്ലാറ്റായിട്ട് ഒരു എൻഗേജിങ്ങും തരാതെ ഒരു ഇമോഷണൽ കണക്ഷനും തരാതെ ഈ സിനിമ അങ്ങ് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഫുൾ അങ്ങനെ അങ്ങ് പൊക്കോട്ടേ ഇരിക്കുകയാണ്. അതായത് ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നു, ആ ഇൻസിഡൻറ്റിൽ നമുക്കുണ്ടാവേണ്ട ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു കമ്പാരിസൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേര് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. അതെടുത്ത് നോക്കുമ്പോൾ അവിടെ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റിൽ നമുക്ക് തോന്നുന്നൊരു ഇമോഷണൽ ബോണ്ടിങ്, ഇമോഷണൽ ഫീലിംഗ് ഉണ്ട് ക്യാരക്ടറുമായിട്ട്. ആ ഒരു തരത്തിലുള്ള യാതൊന്നും ഇവിടെ ഒരു ക്യാരക്ടറുമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നീട് വന്നു പോകുന്ന കഥാപാത്രങ്ങൾക്കൊക്കെ അവരൊക്കെ ഡയലോഗ് പറഞ്ഞു പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഇല്ല. അതായത് അവർ ചെയ്യാനുള്ള ക്യാരക്ടേഴ്സിനെ മാത്രം അവർ കൈകാര്യം ചെയ്തു പോകുന്നു. അവിടെ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഒരു ഓഡിയൻസുമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സ്ക്രിപ്റ്റിന് സാധിച്ചില്ല. പമ്പ ഷോകായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു കോർട്ട് റൂം ഡ്രാമ എന്നുള്ളൊരു പരിപാടിയിലേക്ക് കൊണ്ടുവന്ന് പിടിക്കാൻ നോക്കിയിട്ടും അവിടെ എങ്ങും ഒരു എത്തും പിടിയില്ലാത്ത രീതിയിൽ എൻ്റയർ സിസ്റ്റത്തിനെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രീ പ്ലാൻഡ് വർക്ക് നന്നായിട്ട് എടുത്തിട്ടുള്ളത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ എന്താണ് സംഭവിക്കുന്നത് അതാണ് ഞങ്ങളിവിടെ കാണിക്കുന്നതെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു പ്ലാൻഡ് വർക്ക്, ഒരു പ്രോപ്പഗണ്ട പോലെ എനിക്ക് എവിടേക്കോ കുറേ കാര്യങ്ങളിൽ ഫീൽ ചെയ്തു എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും ഈ സ്ക്രിപ്റ്റ് വൈസ് ഒരു എൻഗേജ്മെൻറ്റും ഫീൽ ചെയ്യിപ്പിച്ചില്ല. ചില സീക്വൻസുകൾ നമുക്ക് നന്നായിട്ട് വർക്കാവുന്ന ഏരിയാസ് വന്നിരുന്നു, പക്ഷേ അതിനെ അത്രയും ഒരു ഡെപ്തിലേക്ക് എത്തിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി, ഡേവിഡ് ആബേൽ ഠണവൻ, ആ ക്യാരക്ടർ പുള്ളിക്കാരൻ എന്താണ് ചെയ്യാനുള്ളത് അത് മാത്രം ചെയ്തു വെച്ചിട്ടുണ്ട്. ബട്ട് പുള്ളിക്ക് കുറച്ച് രോഷം കൂടിയ പരിപാടികളുണ്ട്. അതായത് നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു സംഭവത്തിനെതിരെ, ഇവിടെ നടക്കുന്ന കുറേ സംഭവങ്ങൾക്കെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രം പുള്ളിയെ പ്ലേസ് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ക്യാരക്ടർ വൈസ് പുള്ളിയുടെ ക്യാരക്ടറിന് ഒരു ഡെപ്തോ ഒരു ഫ്രഷ് ഫീലിങ്ങോ നമുക്ക് തോന്നിയിട്ടില്ല. അതായത് ആ ഒരു കഥാപാത്രത്തിനെ നമുക്ക് പ്ലേസ് ചെയ്യുമ്പോൾ ഇയാൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, സോ ഇയാളുടെ കയ്യിൽ സംതിങ് ഫിഷി എന്തോ ഉണ്ട് എന്നുള്ളൊരു തോന്നിപ്പിക്കൽ പോലും സ്ക്രിപ്റ്റ് വൈസ് കൊണ്ടുവരാതെ പുള്ളിക്കാരനെ കൊണ്ട് ഡയലോഗ് പറയിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോയി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇയാളത് പുള്ളിക്കാരൻ ചെയ്തു. ബട്ട് അതിനകത്ത് പുള്ളിയുടെ രോഷം പലയിടങ്ങളിലും നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് പുള്ളിയുടെ ഡയലോഗ്സിനകത്ത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അനുപമ പരമേശ്വരൻ പുള്ളിക്കാരിയുടെ ക്യാരക്ടറിന് നല്ല ഒരു പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷേ പുള്ളിക്കാരിക്കും ചെയ്യാനുള്ളതിനപ്പുറത്തേക്ക് ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാക്കാൻ ആർക്കും സാധിച്ചില്ല. ഇതിനകത്ത് ഒരു ക്യാരക്ടറിനെ പോലും നമുക്കൊരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാകുന്നില്ല. തുടക്കത്തിൽ ഒരു സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഫീൽ ചെയ്യിപ്പിക്കാനുള്ള കുറേ പരിപാടികളൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷേ അതുപോലും വർക്കായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ യദു കൃഷ്ണൻ, പുള്ളിയുടെ കുറേ നാൾ കൂടിയിട്ടാണ് പുള്ളി ഒരു ക്യാരക്ടറിൽ ഇങ്ങനെയൊക്കെ വരുന്നത്. സോ പുള്ളിയുടെ ക്യാരക്ടർ വന്ന് ചെയ്തു എന്നുള്ളതിനപ്പുറത്തേക്ക് ആ ഒരു ക്യാരക്ടറിനോട് നമുക്ക് തോന്നേണ്ട അയാളുടെ ഒരു ക്യാരക്ടറിനോട് തോന്നേണ്ട ഒരു ദേഷ്യമോ ഒരു അമർഷമോ ഒന്നും ഇവിടെ ഫീൽ ചെയ്യിപ്പിക്കുന്നില്ല. ചുമ്മാ എന്തൊക്കെയോ ചെയ്യുന്നു, അവർ കാണിക്കുന്നു, പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക്. പിന്നെ
യങ് സൂപ്പർ സ്റ്റാർ, ദ ചാമിങ് സൂപ്പർ സ്റ്റാർ മധവ് സുരേഷ്. നമ്മൾ അനാഥരാണ്, പക്ഷേ ഗുണ്ടകളല്ല. ചേച്ചി, ഞാൻ ചേച്ചിയോടാണ് ചോദിച്ചത്. പറയ് ചേച്ചി. ചേച്ചി എന്താ ചെവിയില്ലേ, കേൾക്കില്ലേ? ഇതുപോലെ പുള്ളി ഭയങ്കര അമേച്ചറായിട്ടുള്ളൊരു അഭിനയം. പുള്ളിയുടെ ഡയലോഗ്സിലാണെങ്കിലും പുള്ളിയുടെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും ഒന്നും ഒരു തരത്തിലും എത്രയോ ഫാർ ബെറ്ററാണ് ഗോകുൽ. ഗംഭീരമായിട്ട് പുള്ളിയുടെ ക്യാരക്ടർ പല സിനിമകളിലും ചെയ്തിട്ടുണ്ട്. ബട്ട് അതൊന്നും വലിയ ഹിറ്റുകളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ലെന്നുണ്ടെങ്കിലും ഫാർ ബെറ്ററാണ് മാധവനെ വെച്ചിട്ട് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഗോകുൽ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ്. പക്ഷേ മാധവനെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഉള്ള ക്യാരക്ടേഴ്സിനകത്ത് ഉള്ള ഏരിയാസിലൊക്കെ ഡയലോഗ് പറയുന്നത് ഭയങ്കര ശോകമായിരുന്നു. അസ്ഗർ അലി പുള്ളിയുടെ ക്യാരക്ടർ CPO പോലീസ് ഓഫീസറാണ്. പുള്ളിക്കും ഈ പറയുന്ന കണക്ക് സെൻറ്റിമെൻറ്റ്സ് ആസിഫ് അലിയോടൊന്നും പിടിച്ചാൽ കിട്ടൂല മുന്നേ. കാരണം അത് വേറൊരു ഐറ്റമാണ്. ആസിഫ് അലിയുടെയൊക്കെ ഒരു മാനറിസം പുള്ളിക്ക് വരണം, ബ്രദേഴ്സാണ്. സോ ആ ഒരു സംഭവം ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അസ്ഗർ പുള്ളിയുടെ ക്യാരക്ടർ ചെയ്തു എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒരു പോസിറ്റീവ് ഫീലൊന്നും തോന്നിയില്ല. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാരക്ടേഴ്സിനും ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാക്കാൻ ആരോടും സാധിക്കാതെ പോയിട്ടുള്ളൊരു പരിപാടിയാണ്. പിന്നെ മ്യൂസിക്, ഒരു ട്രാൻസ് പരിപാടി പിടിച്ചിരിക്കുന്ന കുറേ ഐറ്റങ്ങൾ ഇതിനകത്തുണ്ട്. ഇതൊക്കെ നിങ്ങൾ സിനിമയിലല്ലാണ്ട് നല്ല ഹെഡ്ഫോൺ വെച്ചിട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ വൈബ് അടിച്ച് കേൾക്കാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഡബ്ബിങ് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കുറേ ഏരിയാസിലെ ഡബ്ബിങ് ഭയങ്കര ശോകമായിട്ട് ഫീൽ ചെയ്തു. ഇവർ കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഒരു കണ്ടൻറ് ഉണ്ടല്ലോ, ആ കണ്ടൻറ്റ് പറയേണ്ട സ്ട്രോങ് എലമെൻറ്റ്സ് പലയിടങ്ങളിൽ യൂസ് ചെയ്യാതെ വെറുതെ ഇങ്ങനെ എന്താ പറയുക, കുറ്റം പറയാൻ വേണ്ടി മാത്രം, മറ്റേ അയൽക്കൂട്ട പെണ്ണുങ്ങൾ വന്നിരുന്നിട്ട് കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രം കുടുംബശ്രീ കൂടുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ഐറ്റമായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത്. കാരണം ജെനുവിനിറ്റി അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമ വേറൊരു തലത്തിലേക്ക് എത്തിപ്പോയാൽ, വേറൊരു രീതിയിലേക്ക് മാറിപ്പോയാൽ. പക്ഷേ ഇവിടെ ഈ സിസ്റ്റത്തിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം ഭയങ്കര മോശമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും അവരിങ്ങനെ കുറേ പരിപാടികൾ ശ്രമിച്ചിങ്ങനെ കൊണ്ടുപോയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ജനുവൻലി പലയിടങ്ങളിലും ഒരു പോസിറ്റീവ് ഫീല് തോന്നിപ്പിച്ചിങ്ങനെ കൊണ്ടുവരിക. അതായത് ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ലാസ്റ്റ് പോർഷൻ വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കയറിയൊരു കത്തലുണ്ട്. പക്ഷേ ആ കത്തൽ പിന്നീട് അങ്ങോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചില്ല. അത് ഭയങ്കര മോശമായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും നെഗറ്റീവായിട്ടുള്ളൊരു രീതിയിൽ ആ ഡയറക്ഷൻ്റെ പ്രശ്നമാണ്. കാരണം അത് ആ ഒരു സാധനത്തിന് ആ സ്ക്രിപ്റ്റ് വൈസ് അത് നല്ലതായിട്ട് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ പടം സെക്കൻഡ് ഹാഫ് കയറി കൊളുത്തണ്ടായിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ അത് തരത്തിലുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ്ങോ ഒരു ഫീലോ എൻഗേജ്മെൻറ്റോ ഒന്നും തരാതെ, ഒരു എൻഗേജിങ് ഫീൽ പോലും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ സിനിമയെ കൊണ്ടുപോയി ഫ്ലാറ്റായിട്ട് അവസാനിച്ചു, ഫ്ലാറ്റായിട്ട് തീർന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു നിർഗുണം. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് CBFC ഇതിനകത്ത് 3 ഇടങ്ങളിൽ അങ്ങ് ജാനകി മ്യൂട്ട് ചെയ്തു. എന്നാൽ അതിനേക്കാളും ഗംഭീരമായിട്ടുള്ള 1-2 പോർഷൻസിൽ ജാനകി എന്നുള്ള പേര് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇവർക്ക് ഇതല്ല. പ്രധാനമായിട്ടും ഫോൺ വീഡിയോ കാണുമോ എന്നുള്ള ചോദ്യം കേട്ടപ്പോഴത്തേക്ക് അങ്ങ് വേദനിച്ചു പോയി. സീതാദേവിയോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ? അങ്ങനെയാണെങ്കിൽ CBFCയോട് എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. ഈ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന എത്രയോ പേരുണ്ട്. ഇവർക്കൊക്കെ ഈ പേരുകളാണ് വരുന്നത് എങ്കിൽ കോർട്ടിൽ നിങ്ങൾ പോയിരുന്നിട്ട് പറയുമോ ഇത് ദൈവത്തിൻ്റെ പേരാണ്, അതുകൊണ്ട് ഇവരോട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, അവരെ വെറുതെ വിടണമെന്ന്? ഇത്രയും മൊണ്ണകളാണോ ശരിക്കും പറഞ്ഞാൽ CBFCയിൽ ഇരിക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു പ്രൊപ്പഗണ്ട വെറുതെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരാൾക്കാരാണോ അവർ? ഇത്രയും ബോധമില്ലാത്തവരാണോ അവർ? ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ആ ക്രൈമിൽ വരുന്ന വിക്ടിം ചെയ്ത ക്രൈമിനെയല്ലേ നോക്കേണ്ടത്? അല്ലെങ്കിൽ ആ ഒരു സംഭവിക്കുന്ന ക്രൈമിനെയല്ലേ നമ്മൾ നോക്കേണ്ടത്? അല്ലാതെ അവിടെ ദൈവത്തിൻ്റെ പേരാണ്, അതുകൊണ്ട് ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് വേറൊരു മതത്തിൽപ്പെട്ട ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ മതവികാരം വ്രണപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാടെ ഇതിനു വേണ്ടി വ്രണപ്പെടാനിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലുള്ള ഈ പേരിലുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്ത ആൾക്കാർ ഈ നാട്ടിലുണ്ടെങ്കിൽ ഇവരൊക്കെ വെറുതെ വിടാൻ CBFC ശുപാർശ ചെയ്യണം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. CBFC അങ്ങനെയും കൂടെ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രൊപ്പഗണ്ട കുറച്ചുകൂടെ വർക്കാവാനുള്ള ചാൻസ് കൂടുതലാണ്. വെറുതെ ചുമ്മാ ആവശ്യമില്ലാത്ത 3 വിവാദങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ 3 മ്യൂട്ട് വെക്കുകയും ഭയങ്കര തന്നെ കേട്ടോ, അസാധ്യം. ഇതൊക്കെ കാണുന്നവരെ സമ്മതിച്ചു കൊടുക്കണം. ഇവരൊക്കെ ലോക സിനിമകൾ കണ്ടിട്ടില്ല എന്നുള്ളൊരു തോന്നൽ കൂടെ എനിക്ക് വന്നിട്ടുണ്ട്. ഒരു സിനിമകളും മരുന്ന് കണ്ടു കാണത്തില്ല. ചുമ്മാ കയറിയിരിക്കും, കാണും, സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കും, ഓക്കെ ശരി ബൈ. ഇതാണ് ഇവരുടെ പരിപാടി, വേറെ ഒന്നുമില്ല. സിനിമയ്ക്കകത്ത് അങ്ങനെ ആ ഒരു തരത്തിൽ വിവാദം ആവാനോ അല്ലെങ്കിൽ അത്തരത്തിൽ നെഗറ്റീവ് ആവാനോ ഒന്നും തോന്നിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ ഈ പടത്തിലുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു നിർഗുണം, ഒരു ആവറേജ് എന്ന് പറയാൻ പറ്റില്ല, ബിലോ ആവറേജ് രീതിയിൽ നിൽക്കുന്ന ഒരു നിർഗുണ പടം എന്നുള്ള രീതിയിൽ അപ്പുറത്തേക്ക് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പോലും ജെന്യുവൻലി പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ അവർ പടം ഫ്ലാറ്റായിട്ട് നിർത്തേണ്ട സാഹചര്യം കൊണ്ടുപോയി. സോ വിരോധം ഒന്നും തോന്നരുത്. പേഴ്സണലി ഒരു ബിലോ ആവറേജ് പടമായിട്ടാണ് എനിക്ക് JSK തോന്നിയത്. കാരണം ഇതിലിപ്പോൾ കോർട്ട് വേഴ്സസ് നോബഡി എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്, ഒരു കന്നഡ തെലുഗു മൂവിയാണ്.
OTT അവൈലബിൾ ആണ്. നിങ്ങൾ ചുമ്മാ ഒന്ന് കണ്ടു നോക്ക്. ഈ സിനിമയ്ക്കൊക്കെ കൊടുക്കാവുന്നൊരു ഗംഭീര ത്രെഡ് ഇവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആ ഗംഭീര ത്രെഡിനെ അവർ യൂസ് ചെയ്തത് വേറൊരു തരത്തിലേക്ക് അവരുടെ പേഴ്സണൽ വെഞ്ചൻസ് തീർക്കാനോ അല്ലെങ്കിൽ പേഴ്സണൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് ആക്കി മാറ്റി എന്നുള്ളത് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചാണോ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ചുമ്മാ പോയി കണ്ട് ഫ്ലാറ്റായിട്ട് കണ്ടിട്ട് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു മൂവി. അതിനപ്പുറത്തേക്ക് ഇമോഷണലി നമുക്ക് യാതൊരു തരത്തിലുള്ള ഒരു പ്ലസ് ഫീലിങ്ങും എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇനിയിപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് കുറേ ടീമുകൾ വരും, ഏതാ അത് തകർത്തു, നീ വെറുതെ മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറയുന്നവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സോ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാൻ തന്നെ ചെയ്യും. എനിക്ക് സിനിമ ഒരു ബിലോ ആവറേജ് മൂവിയായിട്ടാണ് തോന്നിയത്. അഭിപ്രായങ്ങൾ വ്യക്തിപരം. ഇൻഷോട്ട് മലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3/5 ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.